അർജന്റീന ആരാധകർക്ക് ആവേശം പകർന്ന് ഇംഗ്ലണ്ടിനെ തകർത്ത് അർജന്റീന ലോകകപ്പ് ഫൈനലിൽ കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നല്ല കിടിലം കളിയായിരുന്നു സെമി ഫൈനലിൽ. 1-2 ഗോളുകൾക്കാണ് അർജന്റീന വിജയിച്ചത്. തിങ്കളാഴ്ച നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ സ്പെയിനാണ് എതിരാളി. അർജന്റീനയാണ്, മെസ്സിപ്പടയാണ്. വെട്ടിയെങ്കിൽ ചത്തെന്നുറപ്പിക്കണം എതിരാളികൾ. ഇല്ലെങ്കിൽ മുറി കൂടിയെത്തുന്ന അവരെ തടയാനാവില്ല, തടുക്കാനാവില്ല. കേപ്പ് വെർദെയും ഈജിപ്തും സ്വിറ്റ്സർലാൻഡും തന്ന സൂചന പഠിക്കാത്ത ഇംഗ്ലീഷുകാർക്ക് കപ്പില്ലാതെ നാട്ടിലേക്ക് മടക്കാം. ഫുട്ബോളല്ല, ഇരുകൂട്ടരും പടകൂട്ടിയത് യുദ്ധത്തിന്. തോക്കും ബോംബുമില്ലാത്തൊരു യുദ്ധം. ഉന്തും തള്ളും ഇടങ്കാൽ വയ്പും പതിവായപ്പോൾ റഫറി ഇൽഫത്തിന് ചുണ്ടിൽ നിന്ന് വിസിലെടുക്കാൻ നേരം കിട്ടാത്ത ആദ്യ പകുതി. ഇരുഭാഗത്തേക്കും ഓരോ തവണ മഞ്ഞ മുന്നറിയിപ്പ്. രണ്ടാം പകുതിയിൽ കളി മാറി. കാൽപന്തിനോട് ഇഷ്ടം കൂടി ഇരുകൂട്ടരും. 55-ാം മിനിറ്റിൽ ഇംഗ്ലണ്ട് മുന്നിൽ. മോർഗൻ റോജേഴ്സിന്റെ കർവിൻ ക്രോസ് ആന്റണി ഗോർഡനിലൂടെ എമി മാർട്ടിനസിനെ മറികടന്ന വലയിൽ. ഇംഗ്ലീഷ് ആരാധകർ മാച്ച് ഹൈലൈറ്റ്സ് കാണുന്നുണ്ടെങ്കിൽ അവിടെ നിർത്തണം. കാരണം പിന്നെ നിങ്ങൾ ചിത്രത്തിലായില്ല. പിന്നെയെല്ലാം സർവം മെസ്സിയുമയം. ഇരമ്പിയാർത്തെത്തിയ നീലപ്പടയെ തടുക്കാൻ ജോർദാൻ പിക്ഫോർഡ് ആവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ 85-ാം മിനിറ്റിൽ ഇംഗ്ലീഷ് കോട്ട പിളരുന്നു. മെസ്സി വെട്ടിയ വഴിയിൽ നിന്ന് എൻസോ ഫെർണാണ്ടസ് ബ്രിട്ടീഷ് കോട്ടയിലേക്ക് ഒരു റോക്കറ്റ് പായിച്ചു. പിക്ഫോർഡിന്റെ ഫുൾ ലെങ്ത് ഡൈവിനും തടുക്കാനാവുന്നില്ല ആ റോക്കറ്റിന്. നിശ്ചിത സമയത്ത് തന്നെ കളി തീർക്കാൻ സ്കലോണി ആയുധപ്പുരയിൽ നിന്ന് മെഷീൻസ് ഒന്നൊന്നായി എടുക്കുന്നുണ്ട്. അതിലൊന്ന് 92-ാം മിനിറ്റിൽ ലക്ഷ്യം തൊട്ടു. ഗോളിന്റെ കാരണഭൂതൻ വീണ്ടും മെസ്സി തന്നെ. 2 ഇംഗ്ലീഷ് താരങ്ങളെ പിന്നാലെ ഓടിച്ച ഇടംകാലിന് വിശ്രമം നൽകി വലതുകാലുകൊണ്ടൊരു ക്രോസ്. 6 അടി 2 ഇഞ്ചുകാരൻ ജോൺ സ്റ്റോൺസ് 2 അടി കൂടി ഉയർന്നു ചാടിയിട്ടുണ്ടാകും. ആ ഗോപുരവും കടന്ന പന്ത് ലൗട്ടാറോ മാർട്ടിനസിനെ കണ്ടെത്തി. അർജന്റീനയുടെ വിജയ നിമിഷം. മെസ്സി ആദ്യമായി ഇംഗ്ലണ്ടിനെ നേരിടാൻ പോകുന്നു. അതായിരുന്നു മത്സരത്തിന് മുമ്പുള്ള തലക്കെട്ടുകൾ. പക്ഷേ ആരും തിരിച്ചു ചിന്തിച്ചില്ല. ഇംഗ്ലണ്ടാണ് മെസ്സിയെ പ്രതിരോധിക്കുന്നത്. ഒരു ആട് സിംഹങ്ങളെ തീർത്ത കലാശക്കളിക്ക്. അനിൽ വാസുദേവ്, വേൾഡ് കപ്പ് ഡെസ്ക് 24.